സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുണ്ടാകും എന്ന് ധാരണയുണ്ടായെങ്കിലും ഇന്നലെ അങ്ങനെയൊക്കെയായിരുന്നു വാർത്തകൾ വന്നത്. പക്ഷേ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്ന ആശ്വാസകരമായ വാർത്ത വരുന്നു. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. അഖിൽ ഷാൻസാർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. അഖിൽ ഷാൻസാർ, ഗുഡ് മോർണിംഗ്. മഴയ്ക്ക് ഏതൊക്കെ ജില്ലകളിലാണ് ശമനമുള്ളത്? പൊതുവെ ആശ്വാസകരമായ വാർത്തയാണോ അത്? ഗുഡ് മോർണിംഗ്. പൊതുവേ കഴിഞ്ഞ ദിവസത്തേക്കാൾ സംസ്ഥാനത്ത് മഴയ്ക്ക് കുറവുണ്ട്. പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരപ്രകാരം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. അതുപോലെ ഈ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതുപോലെ മലയോര മേഖലകളിലും ഉൾപ്പെടെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഒപ്പം 9 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ്, യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിലൊക്കെ തന്നെ ശക്തമായ മഴ ഇന്നും തുടരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മഴയ്ക്കൊപ്പം സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ടായിരുന്നു. ആ വിലക്ക് വരും ദിവസങ്ങളിലും തുടരും. ഈ മോശമായ കാലാവസ്ഥ മാറുന്നത് വരെ ഈ വിലക്ക് തുടരുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഒപ്പം കേരള, തമിഴ്നാട് തീരത്ത് ശക്തമായ കടലാക്രമണത്തിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം, മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അടുത്ത ദിവസത്തോടു കൂടി ഈ തീവ്രമായ മഴയ്ക്കൊരു ശമനം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. താങ്ക് യു അഖിൽ ഷാൻസാർ.